തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്മസ്. ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ക്രൈസ്തവ പാതിരാ കുർബാനയ്ക്കായി എത്തിച്ചേരുകയാണ്. തിരുവനന്തപുരം പാളയം സെയിൻറ്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകും. വിവരങ്ങളുമായി SP ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, ക്രിസ്മസ് നാളെയാണ്, ക്രിസ്മസ് ഈവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്? അന്ന് നമ്പ്യാർ, എന്തായാലും ക്രിസ്മസ് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിലാണ്. ഇവിടെ ഇന്ന് 11 മണിയോടുകൂടി തന്നെ ഈ തിരുപ്പിറവി കർമ്മങ്ങളൊക്കെ തന്നെ കർദിനാൾ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കും. 11:30 തുടങ്ങി ഒരു 1:30 വരെയുള്ള സമയത്തായിരിക്കും ഈ ഒരു തിരുപ്പിറവി ശുശ്രൂഷകൾ നടക്കുക. ശേഷം മറ്റ് കുർബാനകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. രാവിലെ അതും മറ്റ് കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായി. ഇന്നിപ്പോൾ എന്തായാലും നിരവധി പേരാണ് ഈ വിശ്വാസികളും അടക്കമുള്ള നിരവധി പേർ, ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, പല ജാതിയിലും മതത്തിലും പെട്ട നിരവധി പേരാണ് ഈ ഇപ്പോൾ പാളയം പള്ളിയിൽ എത്തിച്ചേരുന്നത്. വിദ്യാർത്ഥികളും കുട്ടികളും അടക്കമുള്ള ഒത്തിരി പേർ പാളയം പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പുൽക്കൂടുകളും നക്ഷത്ര തിളക്കങ്ങളും ഒക്കെ കാണാനായി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ്. കുറച്ചു മുൻപ് പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ഈ തിരുപ്പിറവി കർമ്മങ്ങളൊക്കെ നടന്നിരുന്നു. ഈ കർദിനാൾ മാർ ബസീലിയസ് ക്ലിമിക്സ് കത്തോലിക്ക ബാവയാണ് കർമ്മങ്ങൾക്കൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. അവിടെ മറ്റ് കർമ്മങ്ങളും ഒക്കെ തന്നെ. എന്തായാലും നിരവധി ആളുകളാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ദാവീദിൻ്റെ നഗരത്തിൽ ദൈവപുത്രൻ പിറന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഇനി അതിനുള്ളത്. മണിക്കൂറുകൾക്കകം തന്നെ ദൈവപുത്രൻ പിറക്കുന്നതിൻ്റെ ആ ഒരു ശുശ്രൂഷകളൊക്കെ തന്നെ മറ്റ് പള്ളികൾ, തലസ്ഥാനത്തെ ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും ഇന്ന് രാത്രി 11:30 തന്നെ ആ തിരുപ്പിറവി കർമ്മങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പട്ടം, അതുപോലെ തന്നെ നിരവധി പള്ളികൾ, കോതമംഗലം അടക്കമുള്ള എല്ലായിടത്തെയും പള്ളികളിലൊക്കെ ഇന്ന് വിശ്വാസികൾ യേശുക്രിസ്തുവിനെ, ക്രിസ്തുദേവനെ കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കുന്നതിനും പുൽക്കൂട്ടിൽ അദ്ദേഹം പിറന്നതിൻ്റെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിനുമായി നാനാഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവർ അടക്കമുള്ള നിരവധി പേർ എത്തിച്ചേരുന്നതാണ്. വിദ്യാർത്ഥികൾ, കുറേ കുഞ്ഞു മക്കളുണ്ട് ഇവിടെ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, പുറത്തു നിന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വരെ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പള്ളിക്കകത്തേക്ക് കുറച്ച് കഴിഞ്ഞ് 11 മണിയോടുകൂടി ആയിരിക്കും ഇവിടെ ഈ ഒരു അൾത്താരയിൽ നിന്ന് മറ്റ് ക്രൈസ്തവ വിശ്വാസികളും അതുപോലെ തന്നെ വൈദികരുമടക്കമുള്ളവർ ചേർന്ന് ആ ഒരു യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞ് രൂപം പുൽക്കൂട്ടിലേക്ക് വയ്ക്കുന്നതിന് വേണ്ടി 10:30 തന്നെ ഇവിടത്തേക്ക് എടുത്തുകൊണ്ട് പോയി പള്ളിക്കകത്ത് അൾത്താരയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും തിരുപ്പിറവി കർമ്മങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. എന്തായാലും നിരവധി പേരാണ് ഈ ഒരു നക്ഷത്ര തിളക്കങ്ങളും അതുപോലെ മറ്റും കാണുന്നതിനായി ഇവിടേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരം ക്രിസ്മസിനെ വരവേൽക്കാൻ പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നതൊക്കെ തന്നെ നക്ഷത്ര വിളക്കുകളൊക്കെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ദേവാലയത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകും. SP ശ്രീനന്ദയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.